ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയാട്ടോ രാവിലെ. അപ്പം ഈ പകുതിയോടുകൂടി മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് അടുക്കള വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. ഇതിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കിഴങ്ങ് എന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, സവാള ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ നല്ല അടിപൊളിയൊരു കൂട്ടുകറിയാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് പൂരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണിത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല പെരുവിയ നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയും നല്ല കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർന്ന കൂട്ടുകറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം പൂരി കിഴങ്ങറി ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സാധാരണ രാവിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ കിഴങ്ങറിയുടെ റെസിപ്പി വേറൊരു ദിവസം നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ കിഴങ്ങറിയും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തയ്യാറാക്കിയത് മീൻകറിയാണ്. അപ്പോൾ നല്ല അയല മീൻകറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മീൻകറി തക്കാളിയും സവാളയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുത്ത നല്ല ഒന്നാന്തരം അയലക്കറിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് താമസിക്കാതെ തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒരു തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻകറി മാത്രമല്ല, മീൻ വറുക്കാനും കൂടെ എടുക്കുന്നുണ്ട്. അയല മീനാണ് വറുക്കാൻ എടുത്തതും. അപ്പോൾ 2 സൈസ് മീൻ വാങ്ങിച്ചിരുന്നു, ഒന്ന് നെത്തോലിയും ഒന്ന് അയലയും. പക്ഷേ നെത്തോലി നമ്മൾ നിന്നെടുക്കുന്നില്ല, നാളെയാണ് എടുക്കുന്നത്. അപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് ആണ്. അപ്പം ബീട്രൂട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും കൂടെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാറില്ല. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുകിട്ടതിന് ശേഷം പച്ചമുളകും സവാളയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനകത്ത് കുറച്ച് കറിയുടെ റെസിപ്പീസൊക്കെ ഒന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ചിലർക്ക് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോലും അറിയാത്തവർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കി വെച്ച് അടച്ച് വയ്ക്കണം. അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും ആവിയിൽ ഇത് കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടും. പിന്നെ അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ കാണുന്ന ഒരു കാന്താരി മുളകുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ചതച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ മിക്സിയിലാണ് ഇപ്പോൾ ചതച്ചിട്ട് കൊടുക്കുന്നത്. ഇടിയെല്ലാം ഉണ്ടെങ്കിലോ അമ്മിക്കല്ലുണ്ടെങ്കിലോ അതിനകത്തിട്ട് ചതച്ച് കൊടുക്കാൻ മതിയാവും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ബാലൻസ് ആ മിക്സിയുടെ ജാൽ പറ്റിയിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആവിയിലാണ് ഈ ഒരു തോരൻ നല്ല രീതിയിൽ വേവുന്നത്. വെളിച്ചെണ്ണയെക്കാളും ആവിയിൽ നല്ല രീതിയിൽ വേവുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല രുചിയുള്ള ബീട്രൂട്ട് തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞുകൂടാതെ വല്ല ബിഗിനേഴ്സ് തോരനൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാൻ വയ്യാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മീൻ കറി, മീൻ വറുത്തത്, അതുപോലെ തന്നെ ചീരത്തോരൻ ഇവയാണ് കേട്ടോ. ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇനി നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് സ്പെഷ്യലായിട്ട് ഒരു കാ വറുത്തത് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് നമുക്ക് എപ്പോഴും കാ കിട്ടിയില്ല. അപ്പം നമുക്കിവിടെ ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുന്നത് ചക്കയാണല്ലോ.
അപ്പോൾ ചക്ക കൊണ്ടുള്ളൊരു ചിപ്സ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അതിനായിട്ട് ചക്ക കണ്ടില്ലേ, ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മളിന്ന് ചിപ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആ സമയമായപ്പോൾ ഗ്യാസ് അങ്ങ് തീർന്നു കേട്ടോ. ഗ്യാസ് വേറെ കുറ്റിയിരിപ്പുണ്ട്, പക്ഷേ എനിക്കത് കണക്ട് ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് ഗ്യാസിൽ വെക്കാനുള്ള ഇരുമ്പീട്ടിയേ ഉള്ളൂ, പക്ഷേ അടുപ്പിൽ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഇരുമ്പീട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉരുളിയാണിന്ന് ചക്ക വറുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടാണിന്ന് ചക്ക വറുക്കുന്നത്. സാധാരണ നമ്മൾ അടുപ്പിൽ വേവിക്കുന്നത് ചോറ്, വെള്ളം, ചിലപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വെള്ളമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ തിളച്ചോന്നൊന്ന് നോക്കാം. അതിനകത്തേക്ക് ഒരു ചുളയുടെ ഒരു ഭാഗം എടുത്തിട്ടിട്ട് നോക്കാം തിളച്ചിട്ടുണ്ടോ എന്ന്. അപ്പം എണ്ണ നല്ല രീതിയിൽ തിളച്ചില്ല കേട്ടോ, പെട്ടെന്ന് ചുള പൊങ്ങി വന്നിട്ടില്ല. ഇനി അണ്ടപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചിപ്സിനുണ്ടോ നമ്മുടെ ഈ ചക്ക വറുത്തതിന് നല്ല രീതിയിലുള്ള ഒരു മുരിപ്പ് കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ട് ഞാൻ ചുള ചെറുതായിട്ട് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചോള നല്ലോണമൊക്കെ ഒന്ന് വെന്ത് മുകളിലോട്ട് ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഞാനത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർന്ന് ആ ഒരു പാനീരകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു സൗണ്ടോട് കൂടി ഇത് നല്ല രീതിയിൽ മൂത്തങ്ങ് വരും. അപ്പോൾ ഈ ട്രിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചക്ക വറുത്തിന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചക്ക വറുത്ത് തയ്യാറാക്കുന്നത്. ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം 3-4 തവണ ഞാൻ ചക്ക വറുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ എണ്ണ കുറച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 തവണയെങ്കിലും വേണ്ടി വന്നു ചിപ്സ് ഫുള്ള് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന
ചിപ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ കഴിക്കാം. അതിനകത്ത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്യുന്ന എണ്ണ പിന്നെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇത്ര എമൗണ്ട്, വളരെ വിലയിൽ കുറച്ച് എമൗണ്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയിൽ ഇന്ന് കഴിക്കാനായിട്ട് സ്പെഷ്യൽ നല്ല ഗ്രീൻ പീസ് കറിയാണ്. തക്കാളി, ക്യാരറ്റ്, ഗ്രീൻ പീസ്, സവാള ഇതെല്ലാം ചേർത്തിട്ട് നല്ല തേങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ രാത്രി കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും നല്ല തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.